സോയാബീൻ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ സോയ ചങ്ക്സ് ആണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, ഇത്രയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ സോയ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇതിട്ട് കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള വെള്ളമെല്ലാം നമുക്കൊന്ന് ഞെക്കിക്കളയാം. അപ്പോൾ ഇപ്പോൾ ചൂടോടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കത് വലിയ പാടായിരിക്കും. അതുകൊണ്ട് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് സ്ക്യൂസ് ചെയ്തെടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിടാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ മുളക് പൊടി ആയാലും മതി. അപ്പോൾ ഇത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അതിലൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. അപ്പോൾ ഇത് എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.